questions and answers ആണ്. So we don't have any more time to lag on time ഒന്നുമില്ല. So just move on to the first question. Explain the meaning of the name Avvaiyar. അവ്വയാറിൻ്റെ മീനിങ് എന്താണ്? The name Avvaiyar means respected lady. വളരെ ബഹുമാനപ്പെട്ട ഒരു സ്ത്രീ എന്നാണ് പിന്നെ അവ്വയാർ എന്നുകൊണ്ട് അർത്ഥമാകുന്നത്. ഓർ വൈസ് ഓൾഡ് വിമൻ, അല്ലെങ്കിൽ അറിവുള്ള അല്ലെങ്കിൽ ജ്ഞാനമുള്ള വയസ്സായിട്ടുള്ള സ്ത്രീ എന്നാണ് അർത്ഥമുള്ളത്. ഇൻ തമിഴ് ഭാഷയിലാണ് ഇങ്ങനെയുള്ളൊരു അർത്ഥമുള്ളത്. അവ്വൈ മീൻസ് റെസ്പെക്റ്റഡ് എൽഡർലി വിമൻ ആൻഡ് യാർ ഒരു എന്താണ് ഹോണറിഫിക് സഫിക്സ് ആണ്, ബഹുമാന സൂചകമായി നൽകുന്ന ഒരു സഫിക്സ് ആണ്. സഫിക്സ് മീൻസ് ലാസ്റ്റ് ആഡ് ചെയ്യുന്ന ഒരു ഭാഗം. ഇപ്പോൾ നോക്കൂ, അവ്വൈ അല്ലേ, അവ്വൈ എന്നുള്ളത് റെസ്പെക്ട് എൽഡർലി വുമൺ ആണ്. അതുപോലെ തന്നെ യാർ എന്നുള്ളത് ഒരു ഹോണറിഫിക് സഫിക്സ് ആണ്. ഇറ്റ് റെഫേഴ്സ് ടു വൺ ഓർ മോർ ഫീമെയിൽ തമിഴ് പോയറ്റ്സ്. ഇത് ഒന്നിൽ കൂടുതലോ ഫീമെയിൽ ആയിട്ടുള്ള തമിഴ് പോയറ്റ്സിനെയാണ് മീൻ ചെയ്യുന്നത്. മോസ്റ്റ് ഫേമസ് ഓഫ് ഹൂം ലിവ് ഡ്യൂറിങ് സംഗം പീരീഡ് അറൌണ്ട് ഫസ്റ്റ് സെഞ്ചുറി BC. 1-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സംഗം പീരീഡിൽ ജീവിച്ചിരുന്ന കവികളെ കുറിച്ചാണ് ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് കുറുന്തക്കായ്. കുറുന്തക്കായ് എന്നാൽ എന്താണ്? കുറുന്തക്കായ് ഈസ് വൺ ഓഫ് ദ ക്ലാസിക്കൽ ആന്തോളജീസ് ഓഫ് സംഗം ലിറ്ററേച്ചർ കൺസിസ്റ്റിംഗ് ഓഫ് പോയിംസ്. It features works by several poets, including Avvaiyar, and explores themes of love, separation, longing through symbolic landscapes. ഈ കുറുങ്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു നമ്മളെ സാഹിത്യത്തിൻ്റെ ഒരു ഇതില്ലേ ഗ്രൂപ്പ്. ആന്തോളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സമാഹാരമാണ്, ക്ലാസിക്കൽ സമാഹാരമാണ്. സംബൻ ലിറ്ററേച്ചറിലെ ക്ലാസിക്കൽ സമാഹാരമാണിത് കുറുന്തക്കായ് എന്ന് പറയുന്നത്. അതിൽ അകം പോയൻസ് ആണ് ഉള്ളത്. അകം പോയൻസ് മീൻസ് ലവ് പോയൻസ് ആണ്. ഇത് ഒരുപാട് എഴുത്തുകാരുണ്ട്. അതിൽ അവ്വയാറും അതിൽ എഴുതപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ സംഘ ലിറ്ററേച്ചറിലെ ക്ലാസിക്കൽ ആന്തോളജീസിൽ കുറുന്തക്കായിൽ എഴുതപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള ഒരു രചയിതാവാണ്. അതേപോലെ തന്നെ എക്സ്പ്ലോർസ് തീംസ് ഓഫ് ലവ്, സെപ്പറേഷൻ ആൻഡ് ലോങ്ങിങ് ത്രൂ സിംബോളിക് ലാൻഡ്സ്കേപ്പ്. വളരെ മനോഹരമായിട്ടുള്ള അടയാള സൂചകമായി നൽകുന്ന ലാൻഡ്സ്കേപ്പ് അല്ലേ. ലാൻഡ്സ്കേപ്പ് മീൻസ് ഭൂമിക കാട്ടിക്കൊണ്ട് അവിടെ എന്താണ് നമുക്ക് കാണിക്കുന്നത്? പ്രണയവും വിരഹവും അതേപോലെ തന്നെ തേങ്ങലുമെല്ലാമാണ് നമുക്ക് കാണുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഐഡൻറ്റിഫൈ ദ സ്പീക്കർ ഓഫ് ദ പോം. വാട്ട് ഹീ സെഡ് എന്ന പോയത്തിലെ സ്പീക്കർ ആരാണ്? ഇൻ വാട്ട് ഹീ സെഡ് അവ്വയാർ അസ്യൂംസ് ദ പേഴ്സണ ഓഫ് എ മെയിൽ ലവർ സെപ്പറേറ്റഡ് ഫ്രം ഹിസ് ബിലവഡ്. തൻ്റെ പ്രണയിൽ നിന്ന് വേർപെട്ടിട്ടുള്ള, അല്ലെങ്കിൽ വിദൂരത്തിൽ താമസിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ വിദൂരത്തിലായി കഴിയുന്ന തൻ്റെ ഒരു പ്രണയിതാവിനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് എന്തായിട്ട് കാണുന്നത്? ഇവിടെ നമുക്ക് പിന്നെ സ്പീക്കറായിട്ട് കാണുന്നത്. Though written by a female poet, the poem speaks through the voice of a longing male lover. ഇത് ഒരു സ്ത്രീയാണ് എഴുതിയതെങ്കിൽ കൂടി ഒരു ഇതിലെ മെയിനായിട്ടുള്ള സ്പീക്കറായി വരുന്നത് അത് ഒരു പുരുഷൻ തന്നെയാണ്. എലാബറേറ്റ് വാട്ട് സ്പീക്കർ മീൻ ബൈ ദ വേൾഡ്സ് ഡിമാൻഡ്സ്. ലോകത്തിൻ്റെ അവകാശങ്ങളെന്ന് അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഡിമാൻഡുകളെന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ദ വേൾഡ്സ് ഡിമാൻഡ്സ് റെഫർ ടു സോഷ്യൽ ഡ്യൂട്ടീസ്. സമൂഹത്തിൽ ഓരോരുത്തർ ചെയ്യേണ്ട ഡ്യൂട്ടികളും റെസ്പോൺസിബിലിറ്റീസുമാണ് അവിടെ വ്യക്തമാക്കുന്നത്. എസ്പെഷ്യലി വർക്ക് ആൻഡ് ഒബ്ലിഗേഷൻസ്. ഒരു പുരുഷൻ ചെയ്യേണ്ടി വരുന്ന ജോലിയും അവൻ്റെ നിർബന്ധ കാര്യങ്ങളുമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ദാറ്റ് കീപ് ദ സ്പീക്കർ അവേ ഫ്രം ഹിസ് ബിലവഡ്. അതാണ് അവൻ്റെ പ്രണയിനിയെ തൊട്ട് അവനെ അകറ്റി നിർത്തുന്നത്. ദീസ് വേൾഡ്ലി ഡ്യൂട്ടീസ് കോസ് ഹിം ഇന്നർ കോൺഫ്ലിക്റ്റ് ആസ് ദേ പ്രിവെൻറ്റ് ഹിം ഫ്രം ഫുൾഫില്ലിംഗ് ഹിസ് പേഴ്സണൽ ഡിസയേഴ്സ് ഫോർ ലവ് ആൻഡ് യൂണിയൻ. അവൻ ആഗ്രഹിക്കുന്നത് എന്താണ്? തൻ്റെ പ്രണയിതാവുമായി അല്ലെങ്കിൽ പ്രണയിനിയുമായി ഒരുമിച്ച് കൂടി ജീവിക്കാനാണ്, ഒരുമിച്ച് കൂടി മുന്നോട്ട് പോകുവാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ തൻ്റെ ഈ ലോകത്തിൻ്റെ തൻ്റെ കർത്തവ്യങ്ങൾ അവനെ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നു. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹിയർ വി ക്യാൻ സീ ഔട്ട്ലൈൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഇമേജ് ദിസ് ഫ്ലഡ് ഓഫ് ഡിസയർ. ദിസ് ഫ്ലഡ് ഓഫ് ഡിസയർ എന്ന് കവി പറയുന്നത് കൊണ്ട് എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? സിംബലൈസസ് ദ ലവേഴ്സ് ഓവർവെൽമിംഗ് ഇൻസാറ്റിയബിൾ ലോങ്ങിങ് ഫോർ ഹിസ് ബിലവഡ്. തൻ്റെ പ്രണയിനിയെ കാണാനുള്ള വലിയതായിട്ടുള്ള അതിതീക്ഷ്ണമായിട്ടുള്ള അതൃപ്തികരമായിട്ടുള്ള വളരെ ഒരിക്കലും തൃപ്തി ആവാത്ത തരത്തിലുള്ള ഒരു തേട്ടം അല്ലേ, എൻ്റെ ലോങ്ങിങ് എന്ന് പറഞ്ഞാൽ കാണണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇവിടെ കാണുന്നത്. ഇറ്റ് സജസ്റ്റ് ദാറ്റ് ഹിസ് പാഷൻ ഈസ് വാസ്റ്റ് ആൻഡ് അൺകൺട്രോളബിൾ. ഇവിടെ പറയുന്നത് അവൻ്റെ ഈ ഒരു പ്രണയം, അവൻ്റെ സ്നേഹം എന്താണ്? വളരെ വിശാലമാണ്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ്. ലൈക്ക് എ ഫ്ലഡ് ദാറ്റ് വൺസ് ടച്ച്ഡ് ദ ഹയസ്റ്റ് ബ്രാഞ്ചസ് ബട്ട് സ്റ്റിൽ ലീവ്സ് ഹിം തേഴ്സ്റ്റിംഗ് ഫോർ മോർ. അവൻ്റെ പ്രണയം എങ്ങനെയാണ്? അവൻ്റെ പ്രണയം ഒരു പ്രളയത്തോട് കമ്പയർ ചെയ്യുകയാണ്. അത് വലിയ ഉയരത്തിലുള്ള ചില്ലകളെ വരെ എന്ത് ചെയ്യുന്നു? അത് തട്ടിയിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ അവനെ എന്ത് ചെയ്യുന്നില്ല, അത്തരം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. So let's move on to the short answer questions. Here we have